ബഹുമാനപ്പെട്ട മാത്യു കുഴൽനാടൻ MLA റിപ്ലൈ സ്പീച്ചും ശ്രീ ബാബു കോടത്തിനാലിൽ OICC സദേൺ റീജിയൻ വൈസ് പ്രസിഡന്റ് വോട്ട് ഓഫ് താങ്ക്സിന് ശേഷം എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് പോകുന്നു. സോ യോഗത്തിന്റെ അധ്യക്ഷൻ ഹൂസ്റ്റൺ OICC ചാപ്റ്റർ പ്രസിഡന്റ് ആവച്ചൻ, ഗ്ലോബൽ പ്രസിഡന്റ് ജെയിംസ് കുടൽ, വേദിയിലിരിക്കുന്ന നമ്മുടെ ജഡ്ജ്, സ്റ്റാഫോർഡ് മേയർ, സൗത്ത് ഇന്ത്യൻ യൂത്ത് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, സ്നേഹമുള്ള സുഹൃത്തുക്കള്, അതോടൊപ്പം തന്നെ ഇന്ന് കേരള നിയമസഭയിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന ഡോക്ടർ മാത്യു കുഴൽനാടൻ. പ്രിയമുള്ളവരെ, നമ്മൾ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ 8-9 മാസമായി ഞാൻ ഭൂമിയിലേക്ക് ഒന്ന് മത്സരിക്കണം. ഇവിടെ നമ്മുടെ ശശിധരൻ പറഞ്ഞ പോലെ വേണോ വേണ്ടയോ പല പ്രാവശ്യം വന്നു, പല പ്രാവശ്യം മാറി. അവസാനം ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് കൂടി പറഞ്ഞു വരണം എന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ വരാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ എന്നെ കൂടുതൽ നിന്ന ഇപ്പൊ എന്നോടൊപ്പമുള്ള പലരും അവരെല്ലാവരും കൂടെ ഒന്നിച്ച് വിളിച്ച് എന്നോട് പറഞ്ഞു, വേവിച്ചാൻ വരണം, നമുക്കൊന്നിച്ച് മത്സരിക്കണം എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് കേട്ടോടുകൂടി നല്ല ഒരു ടീമാണ് എന്നോടൊപ്പം ഉള്ളതെന്ന് മനസ്സിലാക്കി ഞാൻ ഈ ഫോമിന്റെ പ്രസിഡന്റായിട്ട് മത്സരിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വെള്ളിയാഴ്ച ഫോമിന്റെ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ട് പേഴ്സണലായിട്ട് വിളിക്കാൻ പറ്റുന്നവരെ വിളിച്ചു. അതോടൊപ്പം തന്നെ ഏതൊക്കെ വിധത്തില്, അതുപോലെ തന്നെ ഒത്തിരി പേരും പ്രാർത്ഥിച്ചു ഏതെങ്കിലും വിധത്തിൽ ജയിച്ചു വരണം. അപ്പൊ ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് അല്പസ്വല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും അവസാനം വന്നപ്പോഴേക്കും ഒരു വോട്ടിനെങ്കിലും ജയിക്കും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു. എങ്കില് അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ പ്രവർത്തനങ്ങള് കഴിഞ്ഞ കാലങ്ങളിൽ 8 മാസക്കാലം ഞങ്ങളുടെ കൂട്ടായിട്ടുള്ള ഒന്നിനൊന്ന് മെച്ചപ്പെട്ട 6 പ്രസിഡന്റുമാർ ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ആ എല്ലാവരുടെയും കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെല്ലാവരും ഒത്തൊരുമിച്ച് ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. എല്ലാ റീജിയനിലും ഏതാണ്ട് 78-80% വോട്ടുകൾ നമ്മുടെ ടീമിന് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്, നിങ്ങളുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. അതിന് ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരോടും, അതുപോലെ തന്നെ അമേരിക്കയും മലയാളികളുടെ 80 സംഘടന നമ്മളോടൊപ്പം ഉണ്ട്. ആ നമുക്ക് വോട്ട് ചെയ്തവർക്കും അല്ലാത്തവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഞങ്ങളൊക്കെ ജയിച്ചു വന്നപ്പോഴും ഇത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോഴത്തെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അവസാനം വോട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അടുത്ത 2 വർഷക്കാലം ഭൂമിയുടെ ഒരു പുതിയ മുഖം. ആ പുതിയ മുഖം എന്ന് പറയാൻ കാരണം നമ്മുടെ അവിടെ കൂടിയവർക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു നാളെയാണ് അവർ ഭൂമിയിൽ സ്വപ്നം കാണുന്നത്. അത് നടപ്പിലാക്കുക എന്നുള്ളത് എന്റെയും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും കടമയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മളിവിടെ ഞങ്ങൾ എല്ലാവരും ഒരു അവിടെ ചെന്ന ഉടനെ തന്നെ ഒരു ബാനർ ഉണ്ടാക്കി 26 ഫോമ ഫാമിലി കൺവെൻഷൻ ഹൂസ്റ്റൺ. അത് ഞങ്ങൾക്ക് ഒത്തിരി പ്രചോദനം നൽകി. കാരണം പലർക്കും അമേരിക്കയുടെ മണ്ണില് ഒരു കൺവെൻഷൻ കൊണ്ടുവരുന്ന താല്പര്യമുണ്ട്. ആ കൺവെൻഷൻ കൊണ്ടുവരുന്നതിന് നമ്മളോടൊപ്പം സഹകരിക്കാമെന്ന് അവരെല്ലാവരും വാഗ്ദാനം ചെയ്തു. അങ്ങനെ ശശിധരൻ നായരും ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന പലരും ആ ബാനറിന്റെ പുറകിലെ ജോർജ് കർണാടനൊക്കെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ സൈമൺ ബാലശ്ശേരി, അങ്ങനെ ഒത്തിരി പേര്, തോമസ് സൗലിയാകുന്നേല്, അങ്ങനെ ഒത്തിരി പേരും ആ ബാനറിന്റെ പുറകിൽ അണിനിരന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഈ കൺവെൻഷൻ കൊണ്ടുപോകേണ്ടത് ഹൂസ്റ്റണിലേക്കാണ്. അവര് നമ്മളോട് സഹകരിച്ചു. നമ്മുടെ എതിർ ടീമിനെ കിട്ടിയിട്ട് 2-ലധികം ഭൂരിപക്ഷം നേടിയാണ് നമ്മൾ ജയിച്ചു പോകുന്നത്. അങ്ങനെ നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ 26 നമ്മൾ ഹൂസ്റ്റണിൽ കൺവെൻഷൻ കൊണ്ടുവരും. അപ്പൊ ആ ഹൂസ്റ്റണിൽ കൺവെൻഷൻ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ 26-ൽ നടക്കുന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആരെയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്? അവിടെ ഞങ്ങളൊക്കെ പ്രഖ്യാപിച്ചതാണ്. ഇന്ന് കേരള നിയമസഭയിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന ഡോക്ടർ മാത്യു കുഴൽനാടൻ എന്താണെങ്കിലും അടുത്ത കേരള നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം ഉണ്ടായിരിക്കും. ആ മന്ത്രിയായിരിക്കും 26-ലെ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നെന്ന്
നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ ഞാൻ അറിയിക്കുകയാണ്. അങ്ങനെ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് മാത്യു കുഴൽനാടൻ, നമ്മളെല്ലാവരും നമ്മുടെ ഏഷ്യാനെറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ മിക്കപ്പോഴും മാത്യു കുഴൽനാടൻ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോഴും അതുപോലെ ചാനൽ ചർച്ചകൾ പങ്കെടുക്കുമ്പോഴും ഞാൻ സാധാരണ ഇല്ലാത്ത ആ സൗണ്ട് ഞാൻ ഇച്ചിരി ഒച്ചയ്ക്ക് കൂടുതലായി സൗണ്ടിൽ ഞാൻ വയ്ക്കും. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താണ് വരുന്നത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുക. നമുക്കിവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിലും നിങ്ങൾ എല്ലാവരും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങളിലും പല സമ്മേളനങ്ങളിലും യാതൊരു വിധത്തിലുള്ള ഭയപ്പാടുമില്ലാതെ ഭരണകക്ഷിയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ ജനങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു, ഇങ്ങനെയുള്ളവരൊക്കെയാണ് നമ്മുടെ നിയമസഭയിലും അതുപോലെ തന്നെ മന്ത്രിസ്ഥാനങ്ങൾ വെക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൂചിപ്പിച്ചപ്പോഴ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ 99.7% പ്രൊമോഷനാണ് കൊടുക്കുന്നത്. അത് മാറ്റിയെടുക്കണം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് ഞാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്, ഞാൻ കഴിവില്ലാത്ത ഒരു മിനിസ്റ്ററായിട്ട് ജനങ്ങൾ എന്നെ ചിത്രീകരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ കഴിവില്ലാത്ത ഒരു മിനിസ്റ്ററായിട്ട് ജനങ്ങൾ ചിത്രീകരിക്കില്ല, രാഷ്ട്രീയക്കാരെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് രക്ഷപ്പെടുന്നത്. അതനുസരിച്ച് മുമ്പോട്ട് നീങ്ങണം എന്ന് പറഞ്ഞു. അദ്ദേഹവും അത് സമ്മതിച്ചു. അതുപോലെ തന്നെ യുവജനങ്ങളുടെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നിയമസഭയിൽ നിന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ജയിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മീറ്റിംഗ് കൂടിയത്, ജയിച്ചു എന്ന് കഴിഞ്ഞാൽ 3 മാസത്തിൽ ഒരിക്കൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഇവിടുത്തെ നമ്മുടെ യുവജനങ്ങളുമായിട്ട് വെക്കും. അതിനുള്ള അംഗീകാരവും അങ്ങേര് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അടുത്ത കോൺഗ്രസിന്റെ വരും കാലങ്ങളിൽ കോൺഗ്രസിനെ നയിക്കുന്ന രീതിയിൽ ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ലീഡർഷിപ്പ് കൊടുക്കേണ്ടത് നമ്മുടെ ഡോക്ടർ മാത്യു കുഴൽനാടനാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കൂടി ഞങ്ങൾക്ക് ഈ സമ്മേളനത്തിൽ സ്വീകരണത്തിൽ എന്നോടൊപ്പം ജയിച്ച ടീമും അത് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇതിന്റെ ലാസ്റ്റ് ജീവൻ റാണി എന്ന് പറഞ്ഞൊരു പേരുണ്ട്. പക്ഷെ അധികം സമയം എടുക്കുന്നില്ല, 1 മിനിറ്റ് എടുക്കത്തുള്ളൂ. കോളേജിൽ പഠിച്ച കാലത്ത്, കുട്ടിക്കാലത്ത് ദീപശിഖാങ്കിത നീല പതാക എടുത്തുകൊണ്ട് KSU സിന്ദാബാ വിളിക്കാൻ പഠിപ്പിച്ചൊരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവ് MLA ആയി MP ആയി കേരള നിയമസഭയിൽ ഒരു ഗർജിക്കുന്ന സിംഹമായി നമ്മളിൽ നിന്ന് വിട്ടുപോയ PT എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച വലിയ നേതാവിന് ദൈവം കരുതി വെച്ചതാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഒരു നേതാവിനെ കൊടുക്കുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി. തന്റേടിയായ PT തോമസിന്റെ കാലശേഷം നിയമസഭയിൽ ഗർജിക്കുന്ന സിംഹമായി നിൽക്കുവാൻ, തന്റെ ഇടത്തോടുകൂടി കാര്യങ്ങൾ പറയുവാൻ ദൈവം ഒരുക്കി വെച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ മാത്യു കുഴൽനാടൻ. പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ കേരള സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. പ്രൊഫഷണൽ കോൺഗ്രസ് ഇവിടെയുള്ള എഞ്ചിനീയർമാര്, ഡോക്ടർമാര് തുടങ്ങിയ പ്രൊഫഷണൽസിനെ ഒരുമിച്ച് കൊടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ കീഴിൽ അണിനിരുന്ന കരുത്തനായ നേതാവാണ് ശ്രീ മാത്യു കുഴൽനാടൻ. അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ കടന്നു വന്ന അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു കുഴൽനാടനെ നന്ദി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. താങ്ക് യു. ഏറ്റവും പ്രിയങ്കനായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ ഈ ഔദ്യോഗിക സ്ഥാനത്തേക്കാൾ ഉപരി ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത്, ഒരു ജ്യേഷ്ഠനെ പോലെ അടുപ്പമുള്ളതാണ് ചേട്ടൻ. അതുപോലെ മറ്റ് ബഹുമാനരായിട്ടുള്ള വിശിഷ്ടാതിഥികൾ, ഇന്ന് ഒരുപക്ഷെ അമേരിക്കൻ മലയാളികളുടെ മാത്രമല്ല, പ്രത്യേകിച്ച് ഹ്യൂസ്റ്റണിലെ മലയാളികളുടെ അഭിമാനം ഞങ്ങളുടെയൊക്കെ ഇന്ന് ഒരു പ്രതീക്ഷയായി മാറിയിട്ടുള്ള കോമയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്ന ശ്രീ ബേബി മണക്കുന്നേല്, അതുപോലെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയങ്കനായിട്ടുള്ള ശ്രീ ജെയിംസ് കൂടൽ, അതുപോലെ സക്കറിയ കോശി. ഐ എം ഓണർഡ് the presence of Honorable Sri Mayor Ken Matthew, അതുപോലെ Honorable Judge Surendran K. Patel, മറ്റ് വിശിഷ്ടാതിഥികൾ, പേരുകൾക്ക് സമയം കളയുന്നില്ല, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ. എനിക്കറിയാം ഇത് നമ്മുടെ നാട്ടിലെ പോലെയുള്ള അവസ്ഥയല്ല. അമേരിക്കയിൽ ഇത്രയും വൈകി ഇനിയും ഒരു മീറ്റിംഗ് നീണ്ടുപോകുന്നത് ഒട്ടും ഉചിതമല്ല എന്നെനിക്കറിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങളിവിടെ സംസാരിച്ച നിരവധി കാര്യങ്ങൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതിനേക്കാളുപരി നിങ്ങളുടെ വ്യൂസും അഭിപ്രായവും അഡ്വൈസും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്.
അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഇൻട്രാക്ഷനുള്ള സമയം ഉണ്ടാവാൻ സാധ്യതയില്ല, ഓൾറെഡി വെരി ലേറ്റ്. പക്ഷേ എനിക്കത് കേൾക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് മുമ്പോട്ട് പോകുന്നില്ല. നിങ്ങളെല്ലാവരും വന്നതിൽ ഞാൻ ആദ്യമായി ഞാൻ നന്ദി പറയാം. എനിക്ക് ഓർമ്മ 10 വർഷം മുമ്പ് ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഒരു ചെറിയൊരു റിസപ്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ സെഷൻ ഉണ്ടായിരുന്നു. അന്ന് ജോലിയായിരുന്നു പ്രസിഡന്റ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് ഞങ്ങളങ്ങനെ അന്നേ എനിക്ക് ഹ്യൂസ്റ്റണിലെ ഈ ഒരു ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ട് അങ്ങനെ ഒരു ബന്ധം അന്നേ ഉള്ളതാണ്. അന്ന് ഞങ്ങൾ കുറേ ന്യൂസൊക്കെ അങ്ങോട്ടും കൂടെ എക്സ്ചേഞ്ച് ചെയ്തൊക്കെയാണ് പോയത്. പിന്നീടാണ് എനിക്ക് ഇതുപോലൊരു റോളിൽ വരാൻ പറ്റിയത്. അപ്പോൾ അതിനുശേഷം ഇവിടെ വരുമ്പോൾ എനിക്ക് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. നാട്ടിൽ ഞങ്ങളോടൊപ്പം ഇവിടെ വിദ്യയുടെ സാന്നിധ്യമുണ്ട്. ഞാൻ എൻ്റെ കൂടെ പഠിച്ച ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് പഠിച്ചതാണ്. അപ്പം ഇന്ന് ഞാൻ ഈ MLA ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇവിടെ ഇന്ന് പോയിരിക്കുന്ന എൻ്റെ ചേട്ടൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ പഴയകാല ചരിത്രം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് വിദ്യ. അന്ന് ഞാൻ വളരെ നോട്ടി ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. വിദ്യയെ വളരെ ഏറ്റവും പാവം ഒരു കുട്ടിയായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ. അപ്പോൾ അവിടെ നിന്ന് കടന്നു പോകുന്നു. നമ്മളിങ്ങനെ പല ജീവിതത്തിൽ പല വേഷങ്ങൾ അല്ലെങ്കിൽ പല റോളുകൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ ദൗത്യം തമ്മിലാണ് നമ്മൾ ഏൽപ്പിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞാനിന്ന് MLA ആയിട്ട് തോന്നി. വളരെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ പോലെ എൻ്റെ ഒരു പർപ്പസ് ആണ് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. രാഷ്ട്രീയത്തോട് പാഷനുണ്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രാഷ്ട്രീയത്തിന് അതിൻ്റേതായ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷം പേര് ഏതെങ്കിലും സമയത്തൊക്കെ സംഘടന പ്രവർത്തനം നടത്തിയവരോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരോ ഒക്കെയാണ്. രാഷ്ട്രീയത്തിന് അതിൻ്റേതായ ഒരു മൊമെൻറ്റവും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റേതായ ഒരു അഡ്രിനാലിൻ റേസൊക്കെ നമുക്ക് ഉണ്ടാകും, ഒരു പാഷൻ അതിനുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം വാട്ട് ഈസ് യുവർ പർപ്പസ് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കുമ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റം വേണമെന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വിദേശത്തായിരിക്കുന്ന നമ്മുടെ പ്രവാസികളുടെ ഏറ്റവും വലിയ അവരൊന്നും വലുതായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ നാട്ടിലെ സിസ്റ്റത്തിൽ ഒരു മാറ്റം വേണമെന്ന് നിരന്തരം ബന്ധപ്പെടുന്ന കാണുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും പ്രവാസികളായിരിക്കുന്നത് മുഴുവൻ പേരും അങ്ങനെ പറയാൻ കാരണം കേരളത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച്, കേരളത്തിൻ്റെ ഒരു സാധ്യതകൾ അനുസരിച്ച് കേരളത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. അതിൻ്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓവർ ദ ഇയേഴ്സ് ഭരിച്ച നമ്മുടെ നേതാക്കന്മാർ മോശക്കാരെന്നല്ല പറയും, പക്ഷെ ഇതിനേക്കാൾ ഏറെ കേരളം ഡിസർവ് ചെയ്യുന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ ആ ഒരു മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പരിശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര ഈസിയല്ല. നമ്മൾ കാര്യം പറയുമ്പോൾ വളരെ എളുപ്പമാണ്. മാറ്റം വേണം, എല്ലാം ഉടച്ചു വാർക്കണം, മാറ്റും ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റുമതിനങ്ങളെത്താൻ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പറയാൻ മുദ്രാവാക്യം എളുപ്പമാണെങ്കിലും whenever we try to bring change in the system will react against you. അതാണ് എൻ്റെ സത്യം. ഞാനിപ്പോൾ അവിടെ വേറെ യാതൊരു തെറ്റും കുറ്റവും ചെയ്തിട്ടല്ല. സ്വാഭാവികമായിട്ടും എനിക്ക് ബോധ്യമുള്ള, ഇവിടെ അദ്ദേഹം ആ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് എനിക്ക് പറയുന്നത്, ഞാൻ പ്രതിപക്ഷത്തുള്ള ഒരു MLA എന്ന നിലയിൽ, ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ CPM-ന്റെ മുഖ്യമന്ത്രിയെ ആക്രമിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇത് ചെയ്യുക എന്നുള്ളത് കൊണ്ട് മാത്രം കൊണ്ടുവന്നൊരു വിഷയമല്ല. ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ്. Before raising something, I had gone in deep. എന്നോട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കോളേജിൽ ഇൻട്രാക്ഷൻ നടന്നപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ പല ചോദ്യങ്ങൾ ലാസ്റ്റ് ഇൻട്രാക്ഷൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ആ കുട്ടി ചോദിച്ചു, സാറിന് എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ധൈര്യം വന്നത്, ഇത്രയും ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരൊക്കെ ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് സാറിന് ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചു. ആ ധൈര്യം അങ്ങനെ എക്സ്ട്രാ ധൈര്യം ഉണ്ടായിട്ടില്ല. അതിന് പറയുന്നത് കറേജ് ഓഫ് കൺവിക്ഷൻ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് 100% ബോധ്യമുള്ള കാര്യമാണ്. അതിനിപ്പോൾ ആര് നിഷേധിച്ചാലും എനിക്ക് ബോധ്യമുള്ള കാര്യം എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം ഞാൻ ആ ഉച്ചത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് CM നേരിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടും ഞാനത് വിട്ടുകൊടുക്കാതെ നിയമസഭയ്ക്കകത്തും പുറത്തും ആ വിഷയം മുമ്പോട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും ജനങ്ങളുടെ വലിയ പിന്തുണ അതായിരുന്നു എൻ്റെ ഒരു കരുത്ത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ നമ്മളൊരു നിലപാട് സ്വീകരിക്കാമെന്നതിൽ ഒട്ടും ഈസിയല്ല. നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വാർത്തകളിൽ കാണുന്നു, കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതൊക്കെ കാര്യം നമുക്ക് വലിയ ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു ഗവൺമെന്റിന് ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇറ്റ്സ് നോട്ട് അതത്ര പ്രയാസമുള്ള കാര്യമാണ്.
ഉള്ളതോ ഇല്ലാത്തതോ ഏത് കാര്യവും വന്ന് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. 1-2 ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്കെതിരായിട്ട് വന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എൻ്റെ നാട്ടിൽ നിന്നുള്ളവരൊക്കെ തൊട്ടപ്പുറത്തെ മീറ്റിംഗ് അവരുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബവും എൻ്റെ പശ്ചാത്തലവും എൻ്റെ പാരൻസിനെ ഒക്കെ അറിയാവുന്നവരാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ വീട്ടിലെ ഒരു വീട് അളക്കാൻ വരുന്ന സമയത്ത് അളന്ന റവന്യൂ ഉദ്യോഗസ്ഥ ഞങ്ങളോട് പറഞ്ഞത് അവിടുത്തെ ഞങ്ങളെ സ്ഥലം അളന്നു വരുമ്പോൾ റോഡിലാണ് സ്ഥലം മുഴുവൻ കിടക്കുന്നത്. 1 ഇഞ്ച് പോലും ഇല്ലാന്ന് മാത്രമല്ല ഞങ്ങളെ അതിൽ ശരിക്കും കുത്തിയാൽ റോഡ് പകുതി അകത്ത് വരികയായിരുന്നു. അങ്ങനെ അത്രയും ഉണ്ടായിരുന്നിട്ട് പോലും ആ രീതിയിലുള്ള ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് മിഷനറി ഉപയോഗിക്കാൻ കഴിഞ്ഞു. എനിക്ക് ഇടുക്കിയിലുള്ള ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് അവർ ലീഗൽ ഇഷ്യൂസ് ഉണ്ടാക്കി. അപ്പൊ അതെല്ലാം നമുക്ക് ഇങ്ങനെയൊക്കെ വന്നാലും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കരുത്തായി നമുക്ക് കിട്ടുന്നത് ജനങ്ങൾ തരുന്ന ഒരു സ്നേഹവും പിന്തുണയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നിങ്ങളിവിടെ പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങൾ വെറുതെ വെറുതെ പറഞ്ഞു പോകും, നിങ്ങൾ ആരെങ്കിലും പറയുന്നതിനേക്കാൾ ഉപരി ഞങ്ങളൊക്കെ ഇതിൽ നിന്നാണ് ഊർജം ഞങ്ങൾക്ക് കിട്ടുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ സാന്ദർഭികമായി അങ്ങ് സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ ഓർത്തു പോയത്. ഞാൻ ദളിത് ഫാമിലി ആ കുട്ടികളെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാനത് ചെയ്യാനില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിൽ തട്ടിയൊരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡെപ്താണ്. കാരണം അത് ഞാൻ ചെയ്യാനതിന് മുമ്പ് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലീഗൽ എറർ അവരുടെ ഭാഗത്തുണ്ട്. കാരണം അച്ഛനും അമ്മയും വീട്ടിലില്ലാത്തപ്പോൾ മൈനറായിട്ടുള്ള കുട്ടികളെ ഇറക്കി വിടാനുള്ള റൈറ്റ് ഒരു റിക്കവറിയും ഒരു നിയമം അവർക്ക് നൽകുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊന്നും US-ലായിരുന്നെങ്കിൽ ആ ബാങ്ക് $millions അവർക്ക് കൊടുക്കണം. $millions കോമ്പൻസേഷൻ കൊടുക്കും. നാട്ടിൽ പക്ഷേ ചെയ്യില്ല. നമ്മുടെ നാട്ടിലെ ബാങ്കുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോമിനേറ്റ് അല്ലെങ്കിൽ അവർ എന്ത് ചെയ്താലും ആരും ചോദിക്കില്ലാത്തൊരു സിസ്റ്റമാണ്. പക്ഷെ ഞാൻ MLA ആയിരുന്നുകൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ലോയർ ആണെന്നുള്ളതായിരുന്നു എൻ്റെ സ്ട്രെങ്ത്. MLA എന്നാലേക്ക് എന്നിട്ട് ഞാൻ അത് ചെയ്ത ആ ഒരു കോണ്ടെക്സ്റ്റിൽ പോലും ആ കാര്യത്തിൽ എനിക്കെതിരെ കേസെടുക്കാൻ പറ്റും അന്ന് നോക്കിയതാണ്. കാരണം ബാങ്ക് ഔദ്യോഗികമായി കൂട്ട് തകർത്തു. അപ്പൊ ഞാൻ അവിടെ വെച്ച് പറഞ്ഞത് എൻ്റെ കൂടെ അന്ന് കുറെ കോൺഗ്രസ്സുകാരെല്ലാവരും ഉണ്ടായിരുന്നു. എനിക്കറിയാം അവരെല്ലാം കേസിൽ പ്രതിയാവുന്നു. അവരെയൊക്കെ പ്രതിയാക്കി അവരെ കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. വേട്ടയാടുന്ന വെച്ചാൽ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നേക്കാൾ അപ്പുറമാണ്. അവരെല്ലാം കേസിൽ പ്രതിയാണ്, ട്രസ്പാസ് ആണ്, അകത്ത് പോകും. നമ്മുടെ കൂടെ ഞാൻ MLA നിലയ്ക്ക് വന്ന് നേതാവിൻ്റെ കൂടെ വരാൻ വേണ്ടി വന്ന പാവപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ പറഞ്ഞു എൻ്റെ റെസ്പോൺസിബിലിറ്റി ഇസ് മൈൻ. അതുകൊണ്ടാണ് ആ പൂട്ടയിൽ ആദ്യത്തെ അടി ഞാൻ തന്നെ അടിച്ചു പൊട്ടിച്ചോളാം എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ അവിടെ പാർട്ടിക്കാർ പിള്ളേരോട് ആരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാ പൂട്ടടിച്ച് പൊട്ടിക്കയറും. പക്ഷെ അത് അടിച്ചു പൊട്ടിച്ചാൽ അവനകത്ത് പോയി ഞാൻ പുറത്തു നിൽക്കുകയും ചെയ്യും. എനിക്കറിയാൻ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ പൂട്ടടിച്ച് പൊട്ടിച്ചത്. പൂട്ടടിച്ച് പൊട്ടിക്കുമ്പോൾ എനിക്ക് ലോയർ എന്നൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. കാരണം മൈനറായിട്ടുള്ള അവരെ ആ സമയത്ത് പിന്നെ ബാക്കി പിന്നെ അവരുടെ ഡെപ്റ്റാണ് പ്രശ്നം. ഞാൻ ബാങ്കുകാരോട് അന്നേ വിളിച്ച് പറഞ്ഞു. ഞാൻ പറയുന്നതിന് മുമ്പ് പറഞ്ഞു ഐ ആം ടേക്കിംഗ് ഓവർ ദ ഡെപ്റ്റ്. ഇഫ് യു കം ടുഡേ ഐ ആം ജസ്റ്റ് പേയിങ് ഇറ്റ് ഓഫ്. ആ രാത്രി അവരുടെ 1-2 ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ ആ രാത്രി തന്നേക്കാം. ഐ എം ഇന്റിമേറ്റിംഗ് യു ഓവർ ഫോൺ. ഐ ഹാവ് ടേക്കൺ ഓവർ ദ ഡെപ്റ്റ്. ഐ ആം വില്ലിംഗ് ടു പേ ഇറ്റ് ഓഫ് അറ്റ് എനി ടൈം യു ക്യാൻ കളക്ട് ഇറ്റ് പറഞ്ഞിട്ടാണ് ഞാൻ ആ വോട്ടെടുത്ത് വിളിച്ചത്. അപ്പൊ അങ്ങനെ അടിച്ചു വിളിച്ച് അകത്ത് കയറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചാണെന്ന് ശരിയാണ്. ഇപ്പോഴും എൻ്റെ ഫോൺ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഐ റിസീവ്ഡ് കോൾസ് ഫ്രം അക്രോസ് ദ ഗ്ലോബ്. ഞാൻ അതിൻ്റെ അന്ന് വിളിച്ച അന്ന് ഫോമയുടെ പ്രസിഡന്റ് ആയിരുന്ന അരീന്ദ്രനാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം വിളിച്ച് അവരെ പൈസ മുഴുവൻ പേ ഓഫ് ചെയ്യാനുള്ള വില്ലിങ്നെസ് അവർ പറഞ്ഞു. ഇദ്ദേഹത്തെ പോലെ 100 കണക്കിന് ആൾ വിളിച്ചു. ഐ ഡു ആ കളക്റ്റഡ് ഈസിലി 50 ലക്ഷം രൂപ കളക്ട് ചെയ്യുന്ന ഒരു പ്രയാസം ഉണ്ടായിരുന്നു. 50 ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ട് എനിക്ക് കിട്ടുമായിരുന്നു. കാരണം ആ ഒരു വൈകാരികമായ കാരണം എനിക്ക് ഏറ്റവും സങ്കടം വന്ന കാര്യം നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു വീക്ക്നെസ് ആണ്. ആ ബാങ്ക് ഈ 2 കുട്ടികൾ മാത്രം ഉള്ളപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് ആ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ഇറങ്ങിക്കോ വീട് കൂട്ടാൻ പോവാണെന്ന് പറയാണ്. അപ്പോൾ ആ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തിട്ട് ഇറങ്ങിക്കോളാം. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറഞ്ഞു മക്കൾ എന്താ എടുത്തതെന്ന് ഞങ്ങൾ ബാഗും പുസ്തകവും എടുത്തുകൊണ്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ആ കുട്ടികൾക്ക് ആകെ സ്വന്തമായിട്ടുള്ള അവർ ആ ബാഗ് കുട്ടികൾ വീട്ടിൽ വിലപിടിപ്പുള്ള സാധനം എടുക്കാനല്ലോ ആഗ്രഹിക്കുന്നു. അവരവരുടെ ബാഗും പുസ്തകമായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഏത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും എന്ത് സംഭവിച്ചാലും നമുക്കത് ചെയ്യാതെ നമ്മുടെ മനസാക്ഷി സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് ഞാൻ പറഞ്ഞു എനിക്കത് അപ്പൊ ആ ഒരു ചെയ്തതിന് ലോകത്തിന് വാർത്ത കണ്ട് കേട്ട വിധത്തെ പോലുള്ള 100 കണക്കിന് ആളുകൾ എന്നെ വിളിച്ചു. ആ പൈസ ഞങ്ങൾ പേ ചെയ്യാൻ തയ്യാറാണ്. ഫോമർ അദ്ദേഹം വിളിച്ചത് ഗൾഫിൽ നിന്ന് വിളിച്ചു. ഞാനന്ന് പൈസ കളക്ട് ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ പക്ഷെ ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്നാണ് ഞാൻ പൈസ കൊടുത്തത്. ഞാൻ MLA എന്നതിലെ ശമ്പളം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ശമ്പളം അവിടെ കട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല കാര്യത്തിൽ ഞാൻ തീരുമാനിച്ചു ഞാൻ പൈസ എൻ്റെ ശമ്പളത്തിൽ നിന്ന് കൊടുത്ത് അവരെ മെയിൽ ഔട്ട് ചെയ്ത്
കുട്ടികൾക്ക് അത് ചെയ്യാൻ. അങ്ങനെ ഇതുപോലെ നമ്മൾ ഓരോ കാര്യം കോസിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിൻ്റെ അകത്തൊരു സിൻസിയറിറ്റി, അതിൻ്റെ അകത്തുള്ള നമ്മുടെ കൺവിക്ഷനും വേണ്ടി അതിൻ്റെ ഡിറ്റർമിനേഷനും ഒക്കെയാണ് നമുക്ക് അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്താൽ ജനങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും കിട്ടും. സെയിം വേ CM-നെതിരായിട്ടുള്ള ഒരു ഫൈറ്റിൽ ഒരിക്കലും കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ UDF-കാരുടെ പിന്തുണ എല്ലാ കാര്യത്തിലും കിട്ടിയത്. ഞാൻ ഇന്നും പറയുന്നു, എനിക്ക് 100% ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ആ കാര്യം ഞാൻ ആ വിഷയത്തിൽ ഞാനൊരു കേരളത്തിലെ പൊളിറ്റിക്സിൽ നിലവിലുള്ള ഒരു അപ്രോച്ച്, ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം, ആളുകൾക്കൊരു ട്രസ്റ്റ് ഡെഫിസിറ്റും പൊളിറ്റീഷ്യൻസിനെ ആണെങ്കിലും നേതാക്കന്മാരെ ആണെങ്കിലും. അത് പാരനെ കുറ്റമല്ല, ഞാൻ ആരെയും കുറച്ച് പറയും, നമ്മൾ മുന്നിൽ നിൽക്കും, ബാക്കിയുള്ള മോശക്കാരെന്ന് പറയുന്നതല്ല. ആ ട്രസ്റ്റ് ഡെഫിസിറ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറഞ്ഞേ കേട്ടിട്ടുണ്ട്, ഓവർ ഹിയർ ചെയ്തിട്ടുണ്ട്. ഇവര് നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും, നാളെ ഇവര് തമ്മിൽ അനുസരിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അത് ആ ഒരു പരിധി വിട്ടാൽ പ്രസ് ചെയ്യാറ്. നമ്മൾക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ആ വിഷയത്തിലെ കാര്യങ്ങൾ ജനമധ്യത്തിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത്. ആ ജനമധ്യത്തിൽ ബോധ്യപ്പെടുത്തി ഐ വിൽ ലീവ് ഇറ്റ്. ട്രസ്റ്റ് ഇഫ് somebody take it over, okay fine. നിയമം അതിൻ്റെ വഴിക്ക് എടുത്താൽ നിയമം സംവിധാനം അത് ടേക്ക് ഓവർ ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ അതിന് അറ്റംപ്റ്റ് ചെയ്തത്, ഞാൻ തന്നെ അത് ഫർദർ അടുത്ത സ്റ്റെപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും ഈ കുറ്റം ചെയ്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ മുൻകൈ എടുക്കണമെന്നും തീരുമാനിച്ചു. ഞാൻ ആഗ്രഹിച്ചത് ആ കേസിൽ വക്കീലായിട്ടാണ്. കാരണം എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു പാഷനും സ്ട്രെങ്തുമാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഞാൻ വക്കീലായിട്ട് ആ കേസ് വാദിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ എന്നോട് അടുത്ത് നിൽക്കുന്ന എനിക്ക് അടുപ്പമുള്ള രണ്ടു സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, വി വിൽ ഫൈറ്റ് ഇറ്റ്, വൈ ഡോണ്ട് യു ഫയൽ എ പെറ്റീഷൻ അഗൈൻസ്റ്റ് ദ ചീഫ് മിനിസ്റ്റർ. അപ്പോൾ എനിക്ക് വളരെ അടുപ്പമുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളോട് പറഞ്ഞപ്പോഴും when I looked at their face, I could read a hesitation. അവരുടെ മനസ്സിൽ അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാതി എന്ന് പറയുമ്പോൾ then immediately I decided I will take the risk. അങ്ങനെയാണ് ഞാൻ തന്നെ പരാതിക്കാരനായി കേസ് കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ലോവർ കോർട്ട് ആ ടേക്കിന് ഡിഫറെന്റ് വ്യൂ. ഞാനിപ്പോൾ ഒരു ലോയർ എന്ന നിലയ്ക്ക് ഒരു ജഡ്ജ്മെന്റിനെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ്. പിന്നെ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു വാചകത്തിൽ മറുപടി പറയാം. പിന്നെ ആക്ച്വലി ഫോമയുടെ ഫസ്റ്റ് ഡേ പ്രൊസഷനിൽ ഞാൻ ഉണ്ടായിരുന്നില്ല അല്ലേ, 28 അവരെന്നെ റിക്വസ്റ്റ് ചെയ്തത് 8-ാം തീയതി വരണം എന്നുള്ളതാണ്. പക്ഷേ ഐ കുഡ് നോട്ട് കം ഓൺ 8 ബിക്കോസ് ഞാൻ അതിൻ്റെ ലോവർ കോർട്ട് ജഡ്ജ്മെന്റിനെതിരായിട്ടുള്ള അപ്പീൽ ഹൈക്കോടതി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹിയറിംഗ് ആർഗ്യുമെന്റ്സ് 7-ാം തീയതി കൺക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ, എന്തായിരിക്കും കോടതി പറയാമെന്ന് എനിക്കറിയാം. ബട്ട് വിത്ത് ഓൾ ഹേർട്ട് അല്ലെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ആ കേസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി കോടതിയാണ്. അത് നമുക്കിപ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരു ലീഗൽ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ പ്രോസസ് ഉണ്ട്. അതിൽ നമ്മൾ വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാന്നുള്ളത്. ഐ വിൽ ടേക്ക് ഇറ്റ് അപ്പ് ടു സുപ്രീം കോർട്ടിനോടാവും. ഹൈക്കോടതിയിൽ എതിരായിട്ട് വന്നാൽ സുപ്രീം കോടതി പോകും. അതിനകത്ത് ഇലക്ഷൻ ചിലവ് വന്നാലും അതിൻ്റെ ആരും അതിന് വേണ്ടി ഒരു പൈസ കളക്റ്റീവ് പാർട്ടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ദിസ് ഈസ് വാട്ട് ഐ കെൻ ഡു. ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ കൊണ്ടുവന്നാൽ അതിൻ്റെ അറ്റം വരെ നിന്ന് ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് കോൺസിക്വൻസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞ കോൺസിക്വൻസ് അല്ലെങ്കിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇത് ഇത്രയും വലിയ വിവാദമായതുകൊണ്ട് അതല്ലാതെ അവർ ടാർഗറ്റ് ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതും ഭീഷണികളും മറ്റു കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഒരു വസ്തുത പോകും. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഫൈറ്റ് അഗൈൻസ്റ്റ് എ സിസ്റ്റം. ഞാൻ പറഞ്ഞു തന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഒരു ഇന്ധനം കരുത്ത് കിട്ടുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ തരുന്ന ഒരു സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പൈസയായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആ ഒരു വേർഡ് ഓഫ് മൗത്തും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ആ ഒരു കോസിന് പണം കൊണ്ട് സപ്പോർട്ട് ചെയ്യാവുന്നതിൻ്റെ ഇരട്ടി നമുക്ക് നിങ്ങളുടെ ആ ഒരു പിന്തുണ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ കാര്യം. നാട്ടിലൊരു മാറ്റം, വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ റിസ്ക്കും അതിൻ്റെ കോൺസിക്വൻസും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും. കാരണം കേരളത്തിൽ മാറ്റം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് പ്രവാസികൾ. അപ്പം അതുകൊണ്ട് പ്രവാസികൾ തന്നെ ഞാൻ ഈ വിഷയത്തിൽ അവരെല്ലാവരും ഒത്തിരി പേര് എന്നെ വിളിച്ച് പിന്തുണ അറിയിക്കുകയും ഈവൻ ഇടതുപക്ഷ ഇതിൽപ്പെട്ട ആളുകൾ പോലും എന്നോട് ഈ വിഷയത്തിൽ ഐക്യദാർഢ്യം അറിയിക്കുകയും പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. അത് ഒരുപാട് പൊളിറ്റിക്കലായിട്ട് എനിക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞ വലിയ സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങൾ ദീർഘകാലമായി നാട് വിട്ട് ഇവിടെ ആയിരിക്കുമ്പോഴും നാട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കണമെന്നും നന്മ ഉണ്ടാകണമെന്നും നാട്ടിൽ മാറ്റം ഉണ്ടാകണമെന്നും നമ്മുടെ നാട് നന്നായി കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഞങ്ങളെപ്പോലുള്ളവരിൽ നിന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതും അതാണെന്ന് എനിക്കറിയാം.
ഞാനൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ആദ്യം അഡ്രസ്സ് ചെയ്തത് UDF-ന്റെ ഞങ്ങളുടെ നേതാക്കന്മാരും പ്രവർത്തകരുള്ള ഒരു പ്രവർത്തക യോഗത്തെയാണ്. അതിനുശേഷമാണ് പബ്ലിക്കിനെ കൂട്ടിയുള്ള വലിയൊരു കൺവെൻഷൻ. ആദ്യമേ സ്ഥാനാർത്ഥിയെ ലോഞ്ച് ചെയ്യുന്ന കൺവെൻഷൻ. ആ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞ ഒരു വാചകം ഞാൻ എന്നെ സ്വയം ഓർമ്മപ്പെടുത്താറുണ്ട്. ഞാൻ അവരോട് പറഞ്ഞാൽ ജനങ്ങൾക്ക് മുമ്പിൽ വലിയ വാഗ്ദാനം പറയാനോ വലിയ അവകാശവാദം ഉന്നയിക്കാനോ ഞാൻ ആളല്ല. പക്ഷെ ഒരേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പൊതുരംഗത്ത് നിൽക്കുന്നിടത്തോളം കാലം ആത്മാർത്ഥ 3 വാക്കുകൾ ഞാൻ മുറുകെ പിടിക്കും. 3 വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് വാക്കായിട്ട് തരികയാണ്. ആത്മാർത്ഥമായും സത്യസന്ധമായും സുതാര്യമായും പ്രവർത്തിക്കുന്ന 3 വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിവതും അത് മുറുകെ പിടിച്ച് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ ഞാൻ പരിശ്രമിക്കും. ആ സമയത്ത് നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും, പ്രത്യേകിച്ച് നമ്മുടെ ശശീന്ദ്രൻ പറഞ്ഞ മാതിരി മുതിർന്ന ആളുകൾ അടക്കമുള്ളവരുടെ പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ അദ്ദേഹം ഞാൻ പ്രായമായ ആളെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ ഫോമയിൽ കണ്ടതിൽ ഏറ്റവും എങ്ങായിട്ട് നല്ല സുന്ദരമായിട്ട് ഡ്രസ്സ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഡ്രസ്സിന്റെ പെരില്ല, കാരണം ആ ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് നല്ല കറക്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. നന്നായി നല്ല ഇതായിട്ട് ഡ്രസ്സ് ചെയ്ത് നന്നായി ഡ്രസ്സപ്പ് ചെയ്ത് നല്ല എങ്ങായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും പിന്തുണ ഉണ്ടാകണം. നിങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം വന്നതിൽ കാണാൻ വന്നതിലും കാണാൻ കഴിഞ്ഞതിനുമുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ചേംബർ ഓഫ് കോമേഴ്സിനോട് എനിക്കിങ്ങനെ വ്യക്തിപരമായ ഒരു അടുപ്പമുണ്ട്. ഞാനത് തീർച്ചയായിട്ടും അത് കീപ്പ് ചെയ്യും. അത് ഞാൻ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയൊക്കെ ആവുന്നതിന് മുമ്പേ ഉണ്ടായൊരു ബന്ധമാണ്. കീപ് ഗോയിങ്. ഞാനത് തീർച്ചയായിട്ടും മനസ്സിൽ സൂക്ഷിക്കും. നിങ്ങൾ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.